ഹായ്, ജർമ്മനിയിൽ ബാച്ചിലേഴ്സിന് അഡ്മിഷൻ കിട്ടിയ സൂരജ് ആണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സൂരജിന്റെ വിശേഷങ്ങൾ ചോദിച്ചത്. ഹായ് സൂരജ്. ഹലോ. ഹയർ സ്റ്റഡീസിന് അബ്രോഡ് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം? പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അബ്രോഡ് പോയി പഠിക്കണമെന്ന്. അങ്ങനെ ആണ് ഞാൻ ഓരോ ഇൻ്റർനെറ്റിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് തുടങ്ങി, നല്ല കൺട്രീസൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ജർമ്മനിയാണ്. അങ്ങനെയാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത്. അവിടെ ആ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ആ ഒരു വാല്യൂവും കൺസിഡറേഷനും പിന്നെ ആ ഒരു കൾച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എൻ്റെ ഒരു വലിയൊരു ഡ്രീമായി മാറി ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റുഡിയം കോളേജ് ചെയ്യുന്നുണ്ടോ ജർമ്മനി ചെന്നിട്ട്? ഇല്ല, ഞാൻ സ്റ്റുഡിയം കോളേജ് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ടാണ്. അപ്പോൾ സൂരജ് അവിടെ ഏത് കോഴ്സാണ് എടുത്തിട്ടുള്ളത്? ഞാൻ എടുത്ത BA ഹോസ്പിറ്റാലിറ്റിയാണ്. കാരണം ഇപ്പം ഈ ഹോസ്പിറ്റാലിറ്റിയും ടൂറിസം എന്ന് പറയുന്നത് അത് നല്ല രീതിക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഇത് വാല്യൂസും എല്ലാം കൂടി വരികയാണ്. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസും അതെല്ലാം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റാലിറ്റി തന്നെ എടുക്കാൻ കാരണം. എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തുന്നത്? ഞാൻ ആദ്യം തന്നെ എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം സ്കൈഹോയിലെ ശരൺ സാറിൻ്റെ അടുത്ത് പറയുകയും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഈ ഒരു കോഴ്സിന് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നും അതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സെഷൻസ് ഉണ്ടെന്നും അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കുകയും അതിൻ്റെ അകത്തുള്ള പോസിറ്റീവായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും കണ്ടപ്പോൾ ആ ഒരു ഔട്ട്കമ്മിൽ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. എങ്ങനെയാണ് സ്കൈഹോക്കിനെ പറ്റി അറിയുന്നത്? എൻ്റെ റിലേറ്റീവ്സിനെ ഒരുപാട് പേരെ സ്കൈഹോ എന്നാണ് പ്രോസസ്സ് ചെയ്ത് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുകയും അവരാണ് എനിക്ക് സ്കൈഹോയിലെ ശരൺ സാറിൻ്റെ നമ്പർ തരികയും പുള്ളിയായിട്ട് ഞാൻ എല്ലാം സംസാരിക്കുകയും എല്ലാം ചെയ്തു. പേഴ്സണലായിട്ട് നല്ല രീതിക്ക് അറിയുകയും എനിക്ക് എന്തിനാണ് താല്പര്യം അതെല്ലാം ഞാൻ പറയുകയും എനിക്ക് വേണമെന്നതെല്ലാം അവിടെ നിന്നാണ് എല്ലാം ചെയ്തത്. പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോസസ്സിംഗ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് എ റോക്കറ്റ്. പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത്. ഒന്നും ഞാൻ അറിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും അവർ ഫാസ്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടാണ് ചെയ്തത്. ഒന്നിനും എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജർമ്മനി പോലൊരു കൺട്രിയിൽ പോവുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സൂരജ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ജർമ്മൻ ലാംഗ്വേജ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടിയത് എനിക്ക് സ്കൈഹോ എന്നായിരുന്നു. സ്കൈഹോക്കിൽ നിന്നാണ് പഠിച്ചത്? എല്ലാം പഠിച്ചത്. അവിടുത്തെ ക്ലാസ്സും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒന്നും എല്ലാ ഡൗട്ട്സും ട്യൂട്ടേഴ്സ് എല്ലാം നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്യുകയും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ അപ്പം ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് നല്ല രീതിക്ക് ലാംഗ്വേജ് നല്ലോണം അറിയാൻ പറ്റി. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജർമ്മൻ ലാംഗ്വേജ് അല്ലാതെ IELTS റിക്വയർമെൻ്റ് ആയിരുന്നു? IELTS റിക്വയർമെൻ്റ് ആയിരുന്നു. ഞാനിത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ടോട്ടലായിരുന്നു. അപ്പോൾ എനിക്ക് IELTS റിക്വയർഡ് ആയിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് IELTS ചോദിച്ചു. ഞാനങ്ങനെ എനിക്കതിൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടിയതും സ്കൈഹോ തന്നെയാണ്. അവിടെ നിന്നും IELTS പഠിച്ചു എഴുതി മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിയല്ലേ അവിടെ? ജർമ്മനി എന്നുള്ള ഡ്രീം സൂരജ് ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. സൂരജ് ഇപ്പോൾ ഹാപ്പി അല്ലേ? യെസ്, ഐ എം വെരി വെരി ഹാപ്പി ബിക്കോസ് മൈ ഡ്രീംസ് ആർ കമ്മിങ് ട്രൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ സൂരജിൻ്റെ വിസയും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൂരജ് ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഹാപ്പി ജേണി. താങ്ക് യു. അപ്പോൾ ഞങ്ങളിൽ പ്രോസസ്സിങ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിനോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രോസസ്സിങ് നിങ്ങൾ മാക്സിമം ട്രസ്റ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങളുടെ വിഷനെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ വയ്ക്കുക. യെസ് ബ്രോ, ഞാനും കറക്റ്റ് അത് തന്നെയാണ് ചെയ്തത്. ഹോൾഡ് ദ വിഷൻ, ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ.